ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്കൊരാണ്ട്. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പുതുപ്പള്ളി പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു. ഉമ്മൻചാണ്ടി തമസ്കരിക്കാൻ ബോധപൂർവമായ നീക്കം നടന്നുവെന്ന് പി.സി. വിശ്വനാഥ് എം.എൽ.എ 24-നോട് പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയായിരുന്നു ഇന്ന് പുതുപ്പള്ളി പള്ളിയിലെ ആദ്യത്തെ കുർബാന. പിന്നാലെ ജനകീയ നേതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയിലും പുതുപ്പള്ളിയിൽ നിർമ്മിക്കുന്ന വീടിനു മുൻപിലും പ്രത്യേക പ്രാർത്ഥനകൾ. അനുയായികളും രാഷ്ട്രീയ നേതാക്കളുമടക്കം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം പുതുപ്പള്ളി പള്ളിയിലേക്ക് ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാൻ രാവിലെ തന്നെ എത്തി. അനുസ്മരണ ചടങ്ങ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. Come naturally to a woman, but for a man, he needs to make special and conscious efforts. ഒന്നാം ചരമവാർഷികത്തിൽ എത്തി നിൽക്കുമ്പോഴും ഉമ്മൻചാണ്ടിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും സജീവം. ഉമ്മൻചാണ്ടിയെ തമസ്കരിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നെന്ന് പി.സി. വിശ്വനാഥ് എം.എൽ.എ. ഉമ്മൻചാണ്ടിയെ ജീവിതകാലത്ത് മുഴുവൻ വേട്ടയാടി. അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ രോഗത്തിന്റെ അവസ്ഥയ്ക്ക് പോലും മാനസികമായ സമ്മർദ്ദങ്ങൾ കാരണമായിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ നമുക്ക്. ഏറെ വേട്ടയാടപ്പെട്ട രണ്ട് കുടുംബങ്ങളാണ് ഉമ്മൻചാണ്ടിയുടേതും കോടിയേരിയുടേതുമെന്ന് ബിനീഷ് കോടിയേരി. എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി ഇത്രയും ആക്രമിക്കപ്പെട്ട രണ്ട് കുടുംബങ്ങൾ, വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട രണ്ട് രാഷ്ട്രീയ നേതാക്കൾ കേരള ചരിത്രത്തിൽ തന്നെ വളരെ വിരളമായിരിക്കും. ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വിവിധ കാരുണ്യ പദ്ധതികൾക്കും തുടക്കം കുറിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഉമ്മൻചാണ്ടി അനുസ്മരണങ്ങൾ നടന്നു. 24 കോട്ടയം.